ഹായ് ഗൈസ്, ഗുഡ് ഫ്രൈഡേ ആയിട്ട് എല്ലാവരും ഭയങ്കര ബിസിയാണോ? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 11:57 രാവിലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ആ കാര്യം കാണിച്ചു തരാം. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണെന്നല്ലേ, 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാര്യം കാണാവേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാവൽ അവന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ കുറച്ചധികം എല്ലാവരും നല്ല ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. നമുക്കെല്ലാം ഷോപ്പിങ്ങും പിന്നെ അതേപോലെ കുറേ ഡിസ്കൗണ്ട് സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സാധനമില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ റിങ് അടിക്കുമ്പോഴും ഇതിൽ കൂടെ കുറേ അനിമൽസും കുറേ കാര്യങ്ങൾ, കുറേ ഒരു ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കാരുവാണ്. ഇത് നമ്മുടെ ഓസ്ട്രേലിയയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു രാജ്യത്തെ മുഴുവനായിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കങ്കാരു. രണ്ടാമതൊരു പക്ഷിയുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വൈൽഡ് ലൈഫ് ബ്യൂട്ടിയാണ് പക്ഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോൾഡ് കോസ്റ്റിലെ സർഫേഴ്സ് പാരഡൈസ്. അത് ആ ഒരു സ്ഥലത്തെ ലൈഫ് സ്റ്റൈലും അവരുടെ രീതിയും എല്ലാം കാര്യങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോലയാണ്. കോല എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അപ്പോൾ എന്താണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഈ ഓസ്ട്രേലിയയെ പറ്റി ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലായി കങ്കാരു, കോല, പിന്നെ അതേപോലെ അതൊക്കെ നമ്മളുടെ ഓസ്ട്രേലിയക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ബെല്ലടിക്കുന്നതിന് പുറമെ ഇങ്ങനെയുള്ളൊരു കാഴ്ചയും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും നല്ല ഒരു അനുഭൂതിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ക്ലോക്ക് ടവർ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഇത് റിനോവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഹോട്ടലാണ്. ഇതിപ്പോൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇവിടെ രാവിലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു ഹോട്ടലുകൾ ഒന്നാണ് ഈ ക്ലോക്ക് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. എങ്ങനെ, ഇഷ്ടമായോ ഞാൻ പറഞ്ഞ ആ സാധനം? നല്ല രസമില്ലേ കാണാൻ? ഇനി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ നേരെ സാധനം വാങ്ങാൻ പോവാം. നമ്മൾ സാധനം വാങ്ങാൻ വന്ന് 2 കടയും ഓപ്പൺ അല്ല. പ്രത്യേകിച്ച് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയിട്ട് ഞാനത് ഓർത്തില്ല, മറന്നുപോയി. അപ്പോൾ ഗുഡ് ഫ്രൈഡേ ആയിട്ട് ഇവിടെ എല്ലാ കടകളൊന്നുമില്ല, നല്ല അത്യാവശ്യം കുറച്ച് കടകൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.